നമ്മളിപ്പോൾ ഇന്ന് ബ്ലോഗായിട്ടാണ് വന്നേക്കണത് കേട്ടാ. ഇത് ഈ ചെക്കൻ്റെ പറമ്പാണ്. വലുതായിട്ടില്ല, ചെറുതാണ്. ആ കേടായിട്ട് വീണിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവൻ്റെ പറമ്പുകൾ. ഇവൻ കുറേ നേരമായിട്ട് മാങ്ങ എറിയാൻ തുടങ്ങിയിട്ട് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഇതേ അവിടെ കണ്ട ഒരു മാങ്ങ അതാണെന്ന് തോന്നുന്നു അവന് ഉന്നം വെക്കുന്നുണ്ട്. ഈ സാധനം ആ മാങ്ങ ഇവരുടെ കാര്യങ്ങൾ പോലെ ഓൾഡ് ജനറേഷൻ അപ്പൂപ്പൻ താടികൾ വിരിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാട്ടാ. ഇത് അപ്പുറത്തെ വേറെ ഏതോ പറമ്പാട്ടാ, എനിക്കറിയില്ല. ഇത് ഇവരുടെ തൊട്ടപ്പുറത്തുള്ള വേറെ ആൾക്കാരുടെ പറമ്പാണ്. പണ്ടത്തെ ഓർമ്മ നിങ്ങൾക്ക് അറിയില്ലേ ഇത് അപ്പൂപ്പൻ താടി? വേണ്ട എന്ത് നമുക്കല്ല എടുത്തു വരണം. ചെക്കൻ്റെ ആഗ്രഹമല്ലേ. അപ്പം മരം കയറാൻ പോകണം. മരം ഇപ്പം ഇത്തിരി ഹൈറ്റ് കൂടിയ പോലെ ഇല്ലേ? അതെ അറിയാൻ പോവാണ്. ജസ്റ്റ് മിസ്സിട്ടാ ഞങ്ങളപ്പോൾ ചാടാൻ പോവാണ്. ചാടിയിരിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാവരും ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. എറിയില്ല ഞാനല്ലേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചേക്കാം. ഗൈസ് ഇവിടെ നിന്നെല്ലാം കാണാൻ പറ്റില്ല ഞങ്ങൾക്ക്. അമ്മൂൻ്റെ കൊണ്ടുകൂട്ടാ. നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയും. എനിക്കറിയാൻ പറ്റൂട്ടോ, പക്ഷെ ഞാൻ എറിയണില്ല. ഗൈസ് ഈ മാങ്ങയാണ് അത് ആടിന് കണ്ട. അത് അമ്മു എറിഞ്ഞിട്ടാണ് കേട്ടോ അത് ആടണേ. അയ്യോ ക്യാമറ മേലേക്ക് പിടിക്കാൻ പറ്റുന്നില്ലേ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ലൈക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല വെയിലാട്ടോ. ഇവരുടെ മാങ്ങേറ് മനസ്സിലായിരുന്നു മത്സരം. നല്ല വെയിലിട്ടോ ഗൈസ്. അത് ഞാൻ വെയിലാക്കിയതല്ല കേട്ടാ. ഇതിപ്പോൾ ഇരുട്ടാക്കി ഗൈസ്. ഇരുട്ടേ അയ്യോ നന്നായിട്ട് ഇരുട്ടായി ഗൈസ്. ഇത് അങ്ങനെ നിങ്ങൾക്കറിയാലോ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഇരുട്ടാക്കിയതൊന്നുമല്ല, നോർമലാക്കി. അമ്മൂറിഞ്ഞു ജസ്റ്റ് മിസ്സൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ അവർ എറിയട്ടെ, നമുക്കപ്പോൾ പരിചയപ്പെടുത്തി തരാം. അവരിപ്പോൾ അവിടെ മാങ്ങ എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെയാണ്, നമ്മൾ വെറുതെ ഇരിക്കുക. ഇത് എല്ലാവരും എറിയുന്നുണ്ട് കേട്ടോ, ആരും വീഴ്ത്തുന്നില്ല ഗൈസ്. ഇവിടെ മാലുണ്ടാക്കാൻ പോവാട്ടോ. അവിടെ ഒരുത്ത മാങ്ങ എറിയുന്നു, ഇവിടെ മാലുണ്ടാക്കുന്നു, ഇവിടെ വെറുതെ നിൽക്കുന്നു, ഇവിടെ വീഡിയോ എടുക്കുന്നു ഗൈസ്. ഇതേ പൊട്ടി പൊളിഞ്ഞ് കിടക്കണ മതിലൊക്കെ ഉണ്ട് കേട്ടോ. അതെ മാലുണ്ടാക്കിയിട്ട് അവള് ഇങ്ങോട്ട് തണലത്തേക്കോ ഗൈസ്. ഇതേ എന്താണ് നമ്മുടെ മാല അമ്മ ഉണ്ടാക്കിയത്. അവൾ ഇട്ട് കാണിച്ചു തരാം. ഇത്തിരിയും കൂടി വലുത് കാണേണ്ടി വരും. ഇവൻ നിന്നപ്പോ ഇതിൽ തന്നെ പിന്നെ നിന്നോണ്ടിരിക്കുക. ഇവനെ മാങ്ങ വീഴ്ത്തിയിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറയണ ഒരു രീതിയിലാണ് ജഗ്ഗു. നമ്മൾ പിന്നെ രണ്ടുപേരും ഇവിടെ വെറുതെ നിന്നോണ്ടിരിക്കുക. നമ്മള് വെറുതെ ഞാൻ വീഡിയോ എടുക്കണു, ഇവനും വെറുതെ നിൽക്കുക, ഞാനും വെറുതെ നിൽക്കല്ലടാ. പടക്കൊക്കെ മാങ്ങ തന്നെയാണോ അറിയണേ? നമ്മൾ മൂന്നാൾക്കാർ വെറുതെ കുളിച്ചു.
ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എൻ്റെ വീട്ടിൽ പോകും ഗൈസ്. അവിടെ റംബൂട്ടാൻ്റെ ചെടിയും പിന്നെ അവിടെ ഒരു അപ്പുറത്തെ അടുത്ത് പാടമൊക്കെ ഉണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ എടുക്കണതായിരിക്കും. പക്ഷേ ഏകദേശം എത്താറായിട്ട് അതെ അവിടെ നിൽക്കണ്ട. അതാണ് അവളുടെ വീട്. ഇതൊരു മാങ്ങ കിട്ടി. അതെ നീ വീട്ടിൽ ഇച്ചിരി മാങ്ങ അവിടെ കിടക്കുന്നുണ്ട്. പൊട്ടയാണ്. അത് അവസാനം നമ്മൾ അങ്ങനെ അമ്മൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് റംബൂട്ടാൻ. ഇതേ കുറേ മോളിൽ നിൽക്കുന്നത്. നമ്മുടെ ഒരു വ്യൂ കാണിച്ചത് ശരിക്കും നമ്മളുടെ അമ്മൂൻ്റെ ഉണ്ണീനാണ്. മുത്തശ്ശനൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഹായ് പക്ഷേ ഒരു ആയോട് പോകും. യൂട്യൂബ് ഒരു ഹായ് ഹായ് അത് കഴിച്ചതാണ് അമ്മൂൻ്റെ അപ്പുറത്തുള്ള പറമ്പ്. നമ്മൾ അവിടെ മാങ്ങ പോലെ തന്നെയാണ് ഇത്. പക്ഷെ പൊട്ടിക്കാൻ പറ്റില്ല. തൊട്ടാ പൊട്ടുന്ന സാധനം ഉണ്ട്. അതെ കുറേ മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ ഗൈസ് ഉറുമ്പിലുണ്ട. ഇങ്ങോട്ട് വരൂ. അപ്പുറത്തും പാടങ്ങളാട്ടോ. നമുക്കെന്നാ ഈ വഴി പോവാം. ഇവിടെ നല്ല രസാട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഇത്തിരി ഇതുണ്ട്. ഗൈസ് നമ്മളപ്പോൾ മോളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശരിക്കും നല്ല വ്യൂ ആട്ടോ. എനിക്കിഷ്ടമാണ് ഇവിടെ വ്യൂ. വലിയ ഇതില്ലെങ്കിലും പക്ഷെ എനിക്കിഷ്ടമാണ്. ഇത്തിരി കല്ലെടുത്തുകൊണ്ടായിരുന്നു. ഗൈസ് നല്ല വെയിലിട്ടാ. ആ ഗൈസ് അയ്യേ വെള്ളാ. ഗൈസ് എന്തേലും കാണാണ്ടോ നിങ്ങക്ക്? കല്ലെടുത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങി കിട്ടും. ഗൈസ് കാണാല്ലേ എനിക്ക്? സോറി ട്ടാ. ക്യാമറ നല്ല വെയില്. ഓ നല്ല വെയിൽ എന്ന് പറഞ്ഞാ എൻ്റെ മുഖമാണോ നിങ്ങക്ക് കാണാതോ? കാണാണ്ടെങ്കിൽ നല്ല വെയിലാട്ടോ. അതെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ വ്യൂ. എനിക്ക് ഇഷ്ടാട്ടോ അവിടെ നിന്നിട്ട്. ഇത് അപ്പുറത്തൊക്കെ വീടുകൾ കാണിച്ചു തരാം. അതെ അച്ചുവാ പോടാടന്ന് അച്ചുവിന്റെ വീടുന്നല്ലേ. അച്ചുവിന്റെ വീട് കള്ളായിരിക്കും. തൊട്ടപ്പുറത്തൊരു ഡോബർമാനും ഹസ്കിയും പട്ടിയുണ്ട്. ഈ പറമ്പിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലത്തെ ആളുടെ കയ്യിൽ ഡോബർമാനും ഇതൊക്കെ ഉണ്ട്. ഇടക്കിടക്ക് വൈകുന്നേരം ഈ ട്രെയിലിട്ട സ്ഥലം കണ്ട അത് കൂടെ നടത്തിപ്പിക്കാൻ പോകാറുണ്ട്. തൊടാനൊന്നും പറ്റില്ല. ഹസ്കി പോവാ പക്ഷെ ഡോബർമാൻ സീനല്ലേ നിങ്ങൾക്കറിയാലോ. കല്ലെത്തിയിട്ടുണ്ട്. പക്ഷെ വീണ് ഞാൻ പറമ്പിക്കാടോ വീഴുക. അത് എറിഞ്ഞു കിട്ടോ. ജസ്റ്റ് മിസ് ഗൈസ്. നന്നായിട്ട് കിട്ടും. പക്ഷെ വീണ് കഴിഞ്ഞാൽ അതെ നേരെ അങ്ങോട്ടാണ് വീഴുക. അവിടെ പോലെ എത്തിയിട്ടില്ല ഗൈസ്. ഗൈസ് ഇത് വീട് കഴിഞ്ഞാൽ നേരെ ആ കാട്ടിക്ക വീഴും. അപ്പോൾ എറിഞ്ഞത് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മളെന്നാ ഞാൻ നോക്കിയിരിക്കുന്നുണ്ട്. ക്യാമറ ഫുൾ സപ്പോർട്ടല്ലേ? ഇതെന്തിട്ടാ അമ്മ? ഇതെന്തിട്ടാ അങ്ങനെ? എ സി ഉണ്ട്. ഇതിൻ്റെ താഴത്തെ റൂമിൽ എ സി ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതെന്താ ഇവിടെ ഷീറ്റൊക്കെ വെച്ചേക്കണേ? അത് ഇവിടുത്തെ ഷീറ്റ് ഫുള്ളായിപ്പോൾ ഇവിടുത്തെ ഇത് അവിടുത്തെ ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇപ്പം വിളിച്ചപ്പോൾ മൈൻഡ് ചെയ്തില്ല കേട്ടോ പാവം. വയസ്സിപ്പോൾ ഇത് കുറേ നേരം ആവും. അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് വരണതായിരിക്കും. ദേടാ അവിടെ ഒരു മാങ്ങ വീണ് കിടക്കണൂടാ. ഷീറ്റിൻ്റെ ഇവിടെ കണ്ടോ നല്ല പഴുത്ത മാങ്ങ. പിന്നെ ഇതേ കിച്ചുവിൻ്റെ ചെരുപ്പ്. ഇവൻ്റെ ചേട്ടനാണ് കേട്ടോ കിച്ചു. അപ്പം നമ്മൾ അടുത്ത വീഡിയോ പാർട്ട് 2 അത് കാണിച്ചു കൊടുത്തു. ആ ഇതൊക്കെ നമ്മൾ പാർട്ട് 2 കാണിക്കണതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഒക്കെ വ്ളോഗിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് അടുത്ത പാർട്ടിൽ കാണിച്ചു കൊടുക്കുക. കിടക്ക ഇങ്ങനെ വിളിക്കല്ലേ, തെറ്റായിരിക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റും കൂടിയും ചെയ്യുക. പാർട്ട് 2 ആയിട്ട് നമ്മൾ വരണതായിരിക്കും. എല്ലാവർക്കും ബൈ.